പുന്നമടക്കായലിൽ നിന്ന് ആവേശത്തിരയിളക്കം 72ാമത് നെഹ്റു ട്രോഫി വള്ളംകളി മുഖ്യമന്ത്രി വി ഡി സതീശൻ ഉദ്ഘാടനം ചെയ്യും. കേന്ദ്രമന്ത്രി ഗജേന്ദ്ര സിംഗ് ഷെഖാവത്ത്, കർണാടക മുഖ്യമന്ത്രി ഡി കെ ശിവകുമാർ എന്നിവരാണ് മുഖ്യാതിഥികളായെത്തുന്നത്. 22 ചുണ്ടൻ വള്ളങ്ങളാണ് ഇക്കുറി ആവേശപ്പോരിൽ തുഴയെറിയുന്നത്. ഇരുട്ടുകുത്തി സി ഗ്രേഡ് വള്ളങ്ങളുടെ ഹീറ്റ്സ് മത്സരങ്ങളാണ് ആദ്യം. അജയ്നാഥും കെ പ്രശാന്തുമാണ് ചേരുന്നത്. അജയ്, ഇപ്പോൾ ഈ ചെറുവള്ളങ്ങളുടെ ഹീറ്റ്സ് ആരംഭിച്ചിട്ടുണ്ടോ? എങ്ങനെയാണ് കാണികളുടെയൊക്കെ ഒരു ആവേശം? എന്തൊക്കെ ക്രമീകരണങ്ങളാണ് ഒരുക്കിയിട്ടുള്ളത്? ചുണ്ടൻ വള്ളങ്ങളുടെ ഒരു മത്സരത്തിനാകുമല്ലോ ഈ കാണികളൊക്കെ ആവേശത്തോടെ കാത്തിരിക്കുന്നത്. ഈ ചെറുവള്ളങ്ങളുടെ ഹീറ്റ്സ് മത്സരങ്ങൾ ആരംഭിച്ചിട്ടുണ്ട്. ഇരുട്ടുകുത്തി വള്ളങ്ങളുടെ ഹീറ്റ്സ് മത്സരങ്ങളാണ് നിലവിൽ ആരംഭിച്ചിട്ടുള്ളത്. ആ മത്സരങ്ങൾ ആരംഭിച്ചപ്പോൾ തന്നെ ഗാലറിയാകെ തന്നെ ആവേശത്തിലായി ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ വേണ്ടി കഴിയുന്നത്. അത്ര കണ്ട് ആവേശമാണ് ആ പുന്നമടയിലെ ഈ റോസ് പവലിയനിൽ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നത്. ചെറുവള്ളങ്ങളുടെ മത്സരങ്ങൾ തന്നെ ആവേശം അലതല്ലുന്ന കാഴ്ചയാണ് കാണുന്നത്. പിന്നെ ഉച്ചയ്ക്ക് ശേഷമാണ് ചുണ്ടൻ വള്ളങ്ങളുടെ ഹീറ്റ്സ് മത്സരങ്ങൾ നടക്കുക. അപ്പോൾ കൂടുതൽ ആവേശം അതിൻ്റെ കൊടുമുടി കീഴടക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. ചെറിയ മഴ ഒരു ആശങ്ക സൃഷ്ടിച്ച് ഒഴിച്ചാൽ പുന്നമട ഇപ്പോൾ വലിയ ആവേശത്തിൽ തന്നെ തുടരുകയാണ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഈ കാണികളുടെ ഒരു ആവേശവും അവരുടെ ഒരു ആഹ്ലാദവും എല്ലാം നമുക്ക് കാണാം. ചേട്ടാ, ഞങ്ങൾ ഷോട്ട് കൊള്ളാം. ഞങ്ങൾ 96 ബാച്ച് പുളുങ്ങുന്നു, സെൻറ് ജോസഫ് ഹൈസ്കൂളിൽ പുളുങ്ങുന്നുള്ളവരാണ്. ഞങ്ങൾ ഷോട്ട് പുളുക്കുന്ന വള്ളത്തിൽ ജയശ്രീ ബോട്ട് ക്ലബ്ബുമായിട്ട് എത്തുകയാണ്. ഞങ്ങളിവിടെ ഇത് വെപ്പ് വള്ളത്തിൽ ഞങ്ങൾ സെൻറ് ജോസഫ് ഹൈസ്കൂളിലെ വി ഗ്രീഡ് സാറിൻ്റെ അനുയായികളാണ്. ഞങ്ങൾ വി ഗ്രീഡ് സാർ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമായിരിക്കും. ഇവിടുത്തെ ഫേമസ് കമൻറ്റേറ്ററാണ്. ഞങ്ങൾ ഇതിവിടെ എത്തിയിരിക്കുന്നത് മത്സര വിജയം കൊണ്ടേ പോകൂ എന്നുള്ള ഒരൊറ്റ ചിന്ത കൊണ്ട് മാത്രമാണ്. അടുത്ത വർഷം ഞങ്ങൾ മാത്രമായിരിക്കും ഞങ്ങൾ പ്ലാൻ ചെയ്യുന്നത്. ഞങ്ങൾ പല രാജ്യങ്ങളിൽ നിന്ന് എത്തിയിരിക്കുന്നവരാണ്. കാനഡ, ഖത്തർ, പല രാജ്യങ്ങളിൽ നിന്ന് എത്തിയിട്ടാണ് ഞങ്ങൾ സൗഹൃദ കൂട്ടായ്മയിൽ ക്യാപ്റ്റൻസി എടുത്തത്. ഞങ്ങളോട് സഹകരിച്ച ജയശ്രീ ബോട്ട് ക്ലബിനും കുട്ടനാട്ടിലെ എല്ലാവർക്കും ഞങ്ങൾക്ക് നന്ദി പറയുകയാണ്. എല്ലാവർക്കും ഞങ്ങളുടെ സപ്പോർട്ട് ഉണ്ടാകണം. ഞങ്ങൾ ഇനി മുന്നോട്ട് പോകുന്നതിൽ ഞങ്ങൾക്ക് എല്ലാവരും സപ്പോർട്ട് വേണം. അതാണ് ഞങ്ങളുടെ പ്ലാൻ. ആവേശത്തിലാണ് ഈ വർഷം ഞങ്ങൾ ഷോട്ട് പുളിക്കത്തറയാണ് തുഴയുന്നത്. അടുത്ത വർഷം ഞങ്ങളൊരു ചുണ്ടൻ വള്ളത്തിലാണ്. അപ്പോൾ ഇത്തവണ തീപാറുന്ന പോരാട്ടമാണ്. നെഹ്റു ട്രോഫിയുടെ ചരിത്രത്തിലെ ഏറ്റവും വലിയ വാശിയേറിയ മത്സരമാണ് ഈ വർഷം നടക്കുന്നത്. അപ്പോൾ ആദ്യമായിട്ടാണ് ഒരു SSLC ബാച്ച് പൂർവ്വ വിദ്യാർത്ഥികൾ ഒരു വള്ളം, ഞങ്ങളുടെ പിള്ളേരാണ് വള്ളം തുഴയുന്നത്. അപ്പോൾ ഞങ്ങളുടെ ഒരു അധ്യാപകനുണ്ട്, വി ഗ്രിഗറി. ഇവിടുത്തെ ട്രാക്കുകളെ തീപാറിച്ച കമൻട്രി ആയിരുന്നു അദ്ദേഹം. നമ്മുടെ ഷൈജു ദാമോദരനെയൊക്കെ പോലെ നെഹ്റു ട്രോഫിയിൽ തീപാറിച്ച കമൻട്രി ഉണ്ടായിരുന്ന അധ്യാപകനാണ് വി ഗ്രിഗറി. അദ്ദേഹത്തിൻ്റെ പിൻതലമുറക്കാരാണ് ഞങ്ങളുടെ പിള്ളേർ ഇത്തവണ വെപ്പ് വെള്ളം തുഴയുന്നു, ഷോട്ട് പുളിക്കത്തറ. അടുത്ത വർഷം ഞങ്ങൾ ഉറപ്പായിട്ടും ചുണ്ടൻ വെള്ളം തുഴയും. വലിയ ആവേശം ആണ് ഉള്ളത്. അതായത് വിവിധ രാജ്യങ്ങളിൽ നിന്നാണ് ഇങ്ങോട്ടേക്ക് എത്തി നെഹ്റു ട്രോഫി ജലോത്സവം കാണുവാൻ വേണ്ടി ഇങ്ങോട്ട് എത്തിയ ആളുകളാണ്. അവരുടെ ആവേശമാണ് നമ്മോട് പങ്കുവച്ചത്. എന്തായാലും വലിയൊരു ആവേശത്തിരയിലേക്ക് പുന്നമട മാറിയിട്ടുണ്ടെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. മഴയുണ്ടെങ്കിൽ പോലും അതിനെല്ലാം അവഗണിച്ചുകൊണ്ട് നിരവധിയായിട്ടുള്ള കാണികളാണ് റോസ് പവലിയനിൽ തടിച്ചുകൂടിയിരിക്കുന്നത്. ഈ ഉച്ചയ്ക്ക് ശേഷം ചുണ്ടൻ വള്ളങ്ങളുടെ ഹീറ്റ്സ് മത്സരം ആരംഭിക്കും. അപ്പോൾ കൂടുതൽ ആവേശത്തിരയിളക്കത്തിലേക്ക് ഈ പുന്നമട മാറുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഇക്കുറി 22 വള്ളങ്ങളാണ് മത്സരരംഗത്തുള്ളത്. അതുകൊണ്ട് തന്നെ പ്രധാനപ്പെട്ട വള്ളങ്ങളെല്ലാം തന്നെ മത്സരിക്കുന്നുണ്ട്, പുതിയ വള്ളങ്ങൾ മത്സരിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇത്തവണ അതിശക്തമായിട്ടുള്ള ഒരു പോരാട്ടം തന്നെയായിരിക്കും പുന്നമടയിൽ സാക്ഷ്യം വഹിക്കാൻ വേണ്ടി പോകുന്നത്. എന്തായാലും ഉച്ചയ്ക്ക് ശേഷമാണ് ഇതിൻ്റെ ഉദ്ഘാടനം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നടക്കുക. മുഖ്യമന്ത്രി വി ഡി സതീശനാണ് എത്തുന്നത്. അതിൻ്റെ ആവേശം ഇപ്പോൾ തന്നെ ഉണ്ട് എന്നുള്ളതാണ്. എന്തായാലും വരും മണിക്കൂറുകളിൽ കൂടുതൽ ആവേശത്തിരയിളക്കത്തിലേക്ക് പുന്നമട മാറുമെന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. അശ്വതി, തീർച്ചയായും അജയ് പങ്കുവച്ചതുപോലെ തന്നെ വലിയ ആവേശത്തിലാണ് കാണികളൊക്കെ തന്നെയും. ചെറുവള്ളങ്ങളുടെ ഹിറ്റ്സ് ആരംഭിച്ചപ്പോൾ തന്നെ നമുക്ക് ആവേശം വളരെ വ്യക്തമായി തന്നെ കാണാം. ഇനി കെ പ്രശാന്ത് കൂടി ചേരുന്നുണ്ട്. പ്രശാന്ത്, പുന്നമടക്കായലിലെ ആ ഒരു ഓളമൊക്കെ ഇപ്പോൾ തന്നെ അങ്ങനെ ആവേശത്തിരയിലാണ്. നമുക്കറിയാം ഉച്ച മുതലാണ് ചുണ്ടൻ വള്ളങ്ങളുടെ ഈ ഒരു പോരാട്ടം ആരംഭിക്കുന്നത്. ചെറുവള്ളങ്ങളുടെ പോരാട്ടത്തിൽ ഇത്തരമൊരു ആവേശമാണെങ്കിൽ എന്താകും ഈ ജലരാജാക്കന്മാരുടെ മത്സരത്തിലെന്ന് നമുക്ക് കണ്ടറിയേണ്ടതുണ്ട്. എങ്ങനെയാണ് അവിടുത്തെ ഒരു ആവേശം? എങ്ങനെയാണ് കാണികളുടെ ഒക്കെ ഒരു പ്രതികരണം? അല്ലെങ്കിൽ 5 മിനിറ്റ് 5-10 സെക്കൻഡുകൾക്കുള്ളിൽ എത്തിയേക്കാം.
അശ്വതി, വലിയ ആവേശത്തിലേക്ക് പുന്നമടയും പരിസര പ്രദേശങ്ങളും എല്ലാം തന്നെ മാറിയിട്ടുണ്ട്. ആരാകും ഇത്തവണത്തെ ജലരാജാവ് എന്നറിയാനാണ് ഇപ്പോൾ എല്ലാവരും കാത്തിരിക്കുന്നത്. ഉച്ചയോടുകൂടി തന്നെയാണ് ചുണ്ടൻ വള്ളങ്ങളുടെ ഹീറ്റ്സ് മത്സരം ആരംഭിക്കുന്നത്. ഇപ്പോൾ ഇരുട്ടുകുത്തി സി ഗ്രേഡ് മത്സരം ആരംഭിച്ചു കഴിഞ്ഞിരിക്കുന്നു. അങ്ങനെ ഓരോ ഘട്ടങ്ങളിലായി ഓരോ മത്സരങ്ങളും വെപ്പ്, എ ഗ്രേഡ്, അങ്ങനെ ഓരോ ഘട്ടങ്ങളായി ചെറുവള്ളങ്ങളുടെ മത്സരങ്ങളാണ്, ഹീറ്റ്സ് മത്സരങ്ങളാണ് ആദ്യം നടക്കുന്നത്. അതിനുശേഷം അതിന്റെ ഫൈനലിലേക്ക് കടക്കും. ചുണ്ടൻ വള്ളങ്ങളുടെ ഹീറ്റ്സ് മത്സരത്തോടു കൂടിയാണ് വലിയ വാശിയേറിയ പോരാട്ടങ്ങൾക്ക് തുടക്കം കുറിക്കുന്നത്. 2 മണിയോടുകൂടിയാണ് ഔദ്യോഗികമായി ജലമേളയുടെ ഉദ്ഘാടനം ഉണ്ടാകുക. അതിനുശേഷമാണ് ഹീറ്റ്സ് മത്സരം ആരംഭിക്കുന്നത്. പിന്നീട് അങ്ങോട്ട് വീറും വാശി, ഓരോ നിമിഷവും ഏറ്റവും നിർണായകമാകുന്ന, ഓരോ നിമിഷവും ഇഞ്ചോടിഞ്ച് പോരാട്ടം നടക്കുന്ന നിമിഷങ്ങൾക്കാണ് പുന്നമടയും ഒപ്പം തന്നെ കേരളവും ഒക്കെ തന്നെ സാക്ഷിയാകാൻ പോകുന്നത്. ചാമ്പ്യൻസ് ലീഗ്, ബോട്ട് ലീഗ് എന്ന നിലയിലേക്ക് കാര്യങ്ങൾ വന്നതോടുകൂടി തന്നെയാണ് ഇത്രയധികം ആവേശത്തിലേക്ക് വന്നത്. മാത്രമല്ല, നേരത്തെ സൂചിപ്പിച്ചിരുന്നതുപോലെ തന്നെ ഇപ്പോൾ സമ്മാനത്തുക വർദ്ധിപ്പിച്ചിരിക്കുന്നത്. ഒന്നാം സ്ഥാനക്കാർക്ക് 25 ലക്ഷം രൂപയാണ് ഇപ്പോൾ സമ്മാനം ലഭിക്കുന്നത്. 2ാം സ്ഥാനക്കാർക്ക് 20 ലക്ഷം രൂപ, 3ാം സ്ഥാനക്കാർക്ക് 15 ലക്ഷം രൂപ, 4ാം സ്ഥാനക്കാർ 10 ലക്ഷം രൂപ. ഒപ്പം തന്നെ അതോടൊപ്പം തന്നെ ഗ്രാന്റ് ഉൾപ്പെടെയുള്ള തുകയിൽ വലിയ വർധനമാണ് ഉണ്ടാക്കിയത്. അതോടുകൂടി തന്നെ ഒരുപക്ഷെ വലിയ കടം കയറിയാണ് ഓരോ വള്ളം പ്രേമിയും വള്ളത്തിന്റെ ഉടമകളും എല്ലാം തന്നെ പിന്മാറിയിരുന്നത്. അതിന് മാറ്റമുണ്ടാകുന്നു എന്നുള്ളതാണ് കാണാൻ കഴിയുന്നത്. ഏതായാലും പ്രാദേശികമായി മുഴുവൻ തുടക്കാരെയും ഒപ്പം നിർത്തി വലിയൊരു സംഘടിതമായ ശ്രമമാണ് ഓരോ ജലോത്സവത്തിന്റെയും പ്രത്യേകത എന്നുള്ളതാണ് എടുത്തു പറയേണ്ടത്. മാത്രമല്ല, കുട്ടനാടുകാരെ സംബന്ധിച്ച അവരുടെ ഒരു ഉത്സവത്തിന്റെ ആഘോഷത്തിന്റെ ഒരു ദിവസം കൂടിയാണിത്. ഓണത്തേക്കാൾ അതിഗംഭീരമായി അവർ ആഘോഷിക്കുന്ന ദിവസമാണ്. അവരുടെ ബന്ധുമിത്രാദികളെല്ലാം തന്നെ വീട്ടിലേക്ക് വരികയും ഒപ്പം തന്നെ മറ്റു സ്ഥലങ്ങളിലേക്ക് പോയ ആളുകളൊക്കെ തന്നെ വരുന്ന ഒരു സമയമാണ്. ഇരുട്ടുകുത്തി വള്ളങ്ങളുടെ ഒരു മത്സരം ഇപ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ഒപ്പം തന്നെ വിജയികൾക്കുള്ള ട്രോഫികളൊക്കെ തന്നെ ഇവിടെ എത്തിയിട്ടുണ്ട്. 2 മണിയോടുകൂടി മുഖ്യമന്ത്രി ഔപചാരികമായി ഈ ജലമേള ഉദ്ഘാടനം ചെയ്യും. അതിനു മുൻപേ തന്നെ മറ്റ് ചെറുവള്ളങ്ങളുടെ മത്സരങ്ങൾ പൂർത്തിയാക്കുക എന്നുള്ളതാണ് ഇക്കട്ടത്തിൽ ഉദ്ദേശിക്കുന്നത്. നേരത്തെ ചെറിയൊരു മഴയുണ്ടായിരുന്നു. ആ മഴ മാറി നിന്ന് നല്ലൊരു അന്തരീക്ഷത്തിലേക്ക് വരുന്നു എന്നുള്ളതാണ്. സാധാരണഗതിയിൽ ചെറിയൊരു മഴയുണ്ടാകും. അതോടൊപ്പം തന്നെ കനത്ത വെയിലേക്ക് കുട്ടനാട്, ഈ പുന്നമടയുടെ പ്രദേശങ്ങളൊക്കെ തന്നെ പോകുന്നതാണ്. പക്ഷെ അതിന് മാറ്റമുണ്ടാകുന്നു എന്നുള്ളതാണ് എടുത്തു പറയേണ്ടത്. ഏതായാലും നല്ലൊരു കാലാവസ്ഥയിലേക്ക് തന്നെയാണ് ഇപ്പോൾ അന്തരീക്ഷം മാറിയിട്ടുള്ളത്. നമുക്കറിയാം, ചെറുവള്ളങ്ങളുടെ ഒരു മത്സരം, ആ മത്സരം ഇങ്ങോട്ട് നോക്കുമ്പോൾ കാണാൻ പറ്റും. ഒറ്റ ആവേശത്തോടെ, ഒരേ വാശിയോടുകൂടി എല്ലാ തുഴകളും ഒരേ കയ്യൊപ്പോടുകൂടി തന്നെ ആ ജലത്തെ കീറിമുറിച്ചുകൊണ്ട്, അതായത് പുന്നമട കായലിനെ കീറിമുറിച്ചുകൊണ്ട്, ഓളപ്പരപ്പുകളെ കീറിമുറിച്ചുകൊണ്ട് നമുക്ക് കാണാൻ കഴിയും. ഈ വള്ളങ്ങളുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നതും അത് തന്നെയാണ്. വള്ളങ്ങൾ ഇങ്ങനെ ഇഞ്ചോടിഞ്ച് പോരാടുമ്പോൾ ഓരോ തുടക്കാരനും അവന്റെ കൈക്കരുത്തും മെയ്ക്കരുത്തും മനസ്സും ഒന്നിച്ചർപ്പിച്ചുകൊണ്ട് ആവേശത്തോടുകൂടി തുഴയുന്നത് നമുക്ക് കാണാം. ഒരുപക്ഷെ യന്ത്രം കണക്കെയാണ് ഓരോ വള്ളവും മുന്നോട്ട് വരുന്നത്. ഒരു ഘട്ടത്തിലും ഒരു തുഴക്കാരൻ വിചാരിച്ചാൽ ആ വള്ളം കുതിക്കാനും കിടക്കാനും പറ്റും. അതുകൊണ്ട് ചുണ്ടൻ വള്ളങ്ങളെ സംബന്ധിച്ചാണെങ്കിൽ ഏറ്റവും മുന്നിലിരിക്കുന്ന തുഴക്കാരാണ് 7 പേർ. അവരാണ് ഈ വള്ളത്തിന്റെ വേഗത നിയന്ത്രിക്കുന്നത്. ഒപ്പം തന്നെ താളം പിടിക്കുന്നവരുടെ താളത്തിനൊപ്പം അവർ ആവേശത്തോടുകൂടി ആഞ്ഞു തുഴയുന്നു. അതോടൊപ്പം തന്നെ എത്രത്തോളം, അതായത് വള്ളം വെള്ളത്തിൽ ഇങ്ങനെ പരന്ന് പൊങ്ങിപ്പോരുമ്പോൾ അതിനനുസരിച്ച് തുഴക്കാരുടെ വേഗവും താളവും ഒക്കെ തന്നെ നമുക്ക് കാണാൻ പറ്റും. ഇരുട്ടുകുത്തിയുടെ മത്സരമാണ്. ഇരുട്ടുകുത്തിയുടെ മത്സരത്തിന്റെ ആവേശം നമുക്ക് കാണാൻ പറ്റും. ആ തുഴ അങ്ങനെ വെള്ളത്തിലേക്ക് ആഴ്ന്നിറങ്ങി ആ വെള്ളത്തെ ഓളപ്പരപ്പുകളെ കീറി മുറിച്ചുകൊണ്ട് അതിങ്ങനെ കുതിച്ചു വരുന്നത് നമുക്ക് കാണാൻ കഴിയും. അത്രത്തോളം ആവേശമാണ്. 3 വള്ളങ്ങൾ മാത്രമാണ് ഈ ഹീറ്റ്സിലുണ്ടായിരുന്നത്. ആ 3 വള്ളങ്ങളിൽ 1ാം ഹീറ്റ്സിൽ തന്നെ വലിയ പോരാട്ടം കാഴ്ചവെച്ചുകൊണ്ട് ഇരുട്ടുകുത്തി ഇങ്ങനെ മുന്നോട്ട് വരുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഏതായാലും വലിയ വാശിയോടുകൂടി തന്നെയാണ്, അതായത് ചെറുവള്ളങ്ങളാണെങ്കിൽ പോലും ആ ചെറുവള്ളങ്ങളുടെ എല്ലാ ഇതും തന്നെ പമ്പാവാസനാണ്. 57ാം നമ്പർ വള്ളം പമ്പാവാസനാണ് ഇപ്പോൾ മറ്റു വള്ളങ്ങളെ വള്ളപ്പാടകളെ പിന്നിലാക്കിക്കൊണ്ട് ഇതാ വിജയത്തിലേക്ക് എത്തിയിരിക്കുന്നത്. വലിയ നേട്ടം. അതാണ് അവരെ വലിയ ആവേശത്തോടെ നോക്കുക. അവർ ഇഞ്ചോടിഞ്ച് പോരാട്ടം എന്നതിനപ്പുറത്തേക്ക് അവരുടെ ഒരു ആവിഷ്കാരത്തിന്റെ ഒരു സമയം കൂടിയാണ്. അവർ ആ തുഴ അങ്ങനെ നെഞ്ചോട് ചേർത്ത് എത്ര ദിവസത്തെ പരിശീലനമാണെന്ന് നമുക്കറിയാം. 15 ദിവസത്തോളം രാവും പകലും ഇല്ലാതെ ഉറക്കമെടുത്തിരുന്ന അവർ കൃത്യമായി പരിശീലനം നടത്തി. ഭക്ഷണ ക്രമീകരണം, ഒപ്പം തന്നെ വ്യായാമം, അങ്ങനെ ഓരോ ഘട്ടത്തിലും വാശിയേറിയവർ. ഇപ്പുറത്തെ മയിൽപീലി 2ാം സ്ഥാനത്തേക്ക് എത്തുന്ന കാഴ്ച നമുക്ക് കാണാൻ. ഇങ്ങനെ ഇരുട്ടുകുത്തി, അത് ചെറുവള്ളങ്ങളുടെ മത്സരമാണ്. പക്ഷേ ഈ വാശിയും വീറുമൊന്നും ആയിരിക്കില്ല ചുണ്ടൻ വള്ളങ്ങളിലേക്ക് എത്തുമ്പോൾ. ചുണ്ടൻ വള്ളങ്ങളുടെ ഹീറ്റ്സ് മത്സരത്തിൽ പോലും, കാരണം ഏറ്റവും മികച്ച സമയം കണ്ടെത്തുന്നവരാണ് ഫൈനലിലേക്ക് യോഗ്യത നേടുന്നത്. അതുകൊണ്ട് ചുണ്ടൻ വള്ളങ്ങളുടെ ഹീറ്റ്സ് മത്സരം മുതൽ ഇങ്ങോട്ട് വലിയ ആവേശം തന്നെ ആയിരിക്കും എന്നുള്ളതാണ് എടുത്തു പറയേണ്ടത്. ആ വള്ളങ്ങളെ സംബന്ധിച്ച വള്ളങ്ങൾക്ക്
അവർക്ക് ഫാൻസുകാരുണ്ട്. ആ ഫാൻസുകൾ പലപ്പോഴും ഫാൻസ് ക്ലബ്ബുകൾ എന്ന നിലയിലേക്ക് തന്നെ കരുതുന്നു. പള്ളാത്തുരുത്തിയും കൈനഗിരി ബോട്ട് ക്ലബ്ബും കുമരകം ടൗൺ ബോട്ട് ക്ലബ്ബും വിയറും അതുപോലെ തന്നെ വില്ലേജ് ടൗൺ ബോട്ട് ക്ലബ്ബും ഒക്കെ തന്നെ അവരൊക്കെ തന്നെ അവരുടേതായ ഫാൻസുകാരെ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട് ഈ കുറച്ചു കാലങ്ങൾ കൊണ്ട്. ഏതായാലും കാരിച്ചാലിനും ചമ്പക്കുളവും വിയപുരവും വലിയ ദിവാഞ്ചിയും ആയാപറമ്പ് വലിയ പാണ്ടിയും വെള്ളംകുളങ്കരയും അതോടൊപ്പം തന്നെ മറ്റു വള്ളങ്ങളും എല്ലാം തന്നെയുണ്ട്. അരോമച്ചുണ്ടനുണ്ട്. ചമ്പക്കുളം ട്രോഫി നേടി ഇത്തവണ വരവറിയിച്ച അരോമച്ചുണ്ടൻ ഇത്തവണ ചമ്പക്കുളം ഇവിടെ നെഹ്റു ട്രോഫിയിലേക്ക് മാറ്റിവെക്കുമ്പോൾ എന്ത് സംഭവിക്കുമെന്നുള്ളതാണ് എല്ലാവരും ഉറ്റുനോക്കുന്നത്. ഏതായാലും കാരിച്ചാലിനെയോ മറ്റുള്ളവരെയോ മറികടന്ന് അരോമ നെഹ്റു ട്രോഫിയിൽ മുത്തമിടുമോ എന്ന ആവേശത്തോടെ കാത്തു നിൽക്കുന്നവരുണ്ട്. ഏതായാലും വാശിയേറിയ വീറോടുള്ള വലിയ പോരാട്ടത്തിലേക്ക് പുന്നമട എത്തുകയാണ്. അതിന്റെ ആവേശം ഇരു കരകളിലുമുള്ള ജനങ്ങൾ ഏറ്റെടുക്കുകയാണ്. സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ഈ നാട്ടിലേക്ക് കുട്ടനാട്ടിലേക്ക് ആളുകൾ എത്തുന്നു. കുട്ടനാടും കുമരകവും ഒക്കെ തന്നെ ഇതിന്റെ ആവേശത്തിന്റെ തീവ്രത്തിലേക്ക് മാറുന്നു. അവരുടെ ഒരു പ്രാദേശിക ഉത്സവ ലഹരിയിലേക്ക് ആലപ്പുഴ മാറിയിരിക്കുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് ഈ മണിക്കൂറുകളിൽ കാണാൻ കഴിയുന്നത്. ശരി, എന്തായാലും വലിയ ആവേശം തന്നെയാണ് പുന്നമടക്കായലിൽ. ഓരോ വള്ളങ്ങളും ഇങ്ങനെ തുഴയുമ്പോൾ കാണികൾക്കിടയിലും ആ ആവേശം നമുക്ക് കൃത്യമായി തന്നെ ദൃശ്യമാകും. എന്തായാലും 2:30 ശേഷമാണ് ചുണ്ടൻ വള്ളങ്ങളുടെ പോരാട്ടം. അതിനായുള്ള ആവേശത്തോടെയുള്ള കാത്തിരിപ്പിലാണ് വള്ളംകളി പ്രേമികളൊക്കെ തന്നെയും. കെ പ്രശാന്തും അജയ്നാഥുമാണ് വിശദാംശങ്ങൾ പങ്കുവച്ചത്.